my beloveds, let us start our class. Now we are going to study how to write. We are going to study how to write an application form. How to write an application form. How to write an application form. Please listen here. It is very important. If you study this format, you will get 10 grades. അതായത് നിങ്ങളിത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും 8 മാർക്ക് കിട്ടും. അതായത് 80 മാർക്കിൽ 8 മാർക്ക് കമ്പൽസറി പരീക്ഷയ്ക്കുള്ളതാണ്. എത്ര പഠിക്കാൻ അറിഞ്ഞൂടാത്ത കുട്ടിയാലും ഇതിൻ്റെ ഫോർമാറ്റ് പഠിക്കുകയാണെങ്കിൽ 8 മാർക്ക് ഉറപ്പ് ഞാൻ പറയുന്നു. അപ്പോൾ ബാക്കി പോയിട്ട് 72 മാർക്കിന് പഠിച്ചാൽ മതി. അതുകൊണ്ട് സൂക്ഷ്മമായും ഈ കാര്യങ്ങൾ പഠിക്കേണ്ടതാണ്. ആദ്യമായി ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, ടേക്ക് യുവർ ടെസ്റ്റ് ആൻഡ് ദ പേജ് നമ്പർ 95. ദാറ്റ് മീൻസ് ദ ലെസൺ ദീദി എന്ന് പറയുന്ന പാഠത്തിലുണ്ട്. പേജ് നമ്പർ 95, ആപ്ലിക്കേഷൻ ഫോർ എ ജോബ്. ആപ്ലിക്കേഷൻ ഫോർ എ ജോബ് ഹെഡിങ് ആപ്ലിക്കേഷൻ ഫോർ എ ജോബ്, ജോലിക്ക് വേണ്ടിയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ. ഒരു ഫോർമേറ്റാണ് ഞാൻ പറയുന്നത്, ശ്രദ്ധിക്കൂ. ഫസ്റ്റ് ഓഫ് ആൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇത് നമ്മൾ പരീക്ഷ എഴുതുന്ന പേപ്പറിലെ മാർജിൻ എന്ന് കണക്കാക്കുക. നമ്മൾ ഫ്രം ആൻഡ് ടു, ഇത് ഒഫീഷ്യലാണ്, അപ്പോൾ ഫ്രം ആൻഡ് ടു ആണ് വയ്ക്കുക. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ നിങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മോഡൽ അനുസരിച്ച് ഫ്രം എന്നും ടു എന്നും എഴുതാൻ പാടില്ല. ഫ്രം ആൻഡ് ടു ഇല്ല എന്നല്ല, ഫ്രം എന്നും ടു എന്നും എഴുതാൻ പാടില്ല. ആദ്യം നമ്മൾ എഴുതുന്നു, നമ്മൾ ശ്രദ്ധിക്കുക, നൈം, അവിടെ നൈം കോമ പ്രധാനമാണ്. ഇവിടെ ഫ്രം എന്ന് നമ്മൾ എഴുതില്ല. നൈം, അടുത്ത് നൈം ഓഫ് ഹൗസ് പുട്ടേ കോമ, അടുത്ത് നൈം ഓഫ് പ്ലേസ് പുട്ടേ കോമ, പിൻ കോഡ്, at last put a full stop. ശ്രദ്ധിക്കണം, name, then the second line name of house, comma, then the third line name of place, comma, then at last pin code, at last full stop. That is the first line, second line, third line, fourth line. Then another line is blanky, മറ്റൊരു ലൈൻ ബ്ലാങ്കി ആണ്. അടുത്ത ലൈനിലേക്ക് വരുന്നു. അടുത്ത ലൈനിലേക്ക് വരുമ്പോഴേക്കും ഡാറ്റ് വയ്ക്കും. ഡാറ്റ് നമ്മൾ പരീക്ഷ എഴുതുന്ന ഡാറ്റ് എന്താണോ പരീക്ഷ എഴുതുന്ന ഡാറ്റ് അന്ന് വയ്ക്കുക. ഞാൻ തൽക്കാലം എഴുതുകയാണ് 20th ജൂലൈ 2020. ഞാൻ വെറുതെ ഒരു ഡേറ്റ് വെച്ചതാണ്, 2020, അല്ലാതെ നമ്മൾ 20 ബാക്കി അക്കം വെച്ച് എഴുതേണ്ട. 20th ജൂലൈ 2020 ഫുൾ സ്റ്റാഫ്. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇത് ഒരു ലൈൻ വിട്ടതിന് ശേഷമാണ്, ഡിസ്റ്റൻസ് ഇട്ടാണ് നമ്മൾ ഇത് എഴുതാറുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ആൾ ഇവിടെ ഫ്രം എന്ന് എഴുതാറില്ല. അപ്പോൾ നൈമ ഹൗസ്, നൈമ പ്ലേസ്, പിൻ കോഡ്, അടുത്ത് എന്ത് ചെയ്യുന്നു, ഒരു ലൈൻ വിട്ടതിന് ശേഷം ഡാറ്റ് വെച്ചു. നിങ്ങളത് ബുക്കിൽ രേഖപ്പെടുത്തി വെച്ചാൽ കൊള്ളാമായിരുന്നു, എഴുതുമെന്ന് കരുതുന്നു. ദെൻ ദ റിമൈനിങ് പാർട്ട് അടുത്ത ഭാഗത്തേക്ക് കിടക്കുകയാണ്. ഇത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ ഇത് വീണ്ടും എന്ത് ചെയ്യുന്നു, അടുത്ത ഭാഗത്തേക്ക് കിടക്കുകയാണ്, അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. നമ്മളിവിടെ പറഞ്ഞത് ഇതാ, ഞാൻ താഴെ എഴുതിയ ഡാറ്റ് എഴുതുകയാണ്. 20th ജൂലൈ 2020 ഫുൾ സ്റ്റോപ്പ്. ഇത് ലൈൻ ഒന്നായി. അടുത്ത ലൈൻ എന്ത് ചെയ്യും, നമ്മൾ പറഞ്ഞ പോലെ ബ്ലാങ്കി. അടുത്ത ലൈൻ ബ്ലാങ്കിയാണ്, ഡിസ്റ്റൻസ് ഇടണം. അടുത്ത ലൈനിലേക്ക് വരികയാണ്, അടുത്ത ലൈൻ ഇങ്ങനെ വരികയാണ്. അടുത്ത ലൈനിൽ നമ്മൾ എഴുതുന്നു, ഇത് എഴുതേണ്ട 2 ആണ് ഉദ്ദേശിച്ചത്. 2 എന്ന് എഴുതുമ്പോഴേക്കും 2 എന്ന് എഴുതേണ്ട കാര്യമില്ല, നമ്മൾ എഴുതാ ദ എം ഡി മീൻസ് മാനേജിംഗ് ഡയറക്ടർ, കോമ, MD മാനേജിംഗ് ഡയറക്ടർ. നെക്സ്റ്റ് നൈം ഓഫ് ദി കമ്പനി. മിക്കവാറും തന്നിരിക്കുന്ന ചോദ്യ പേപ്പറിൽ കമ്പനിയുടെ പേര് കാണും, അല്ലെങ്കിൽ കൺവീനർ എന്ന് കാണും, പ്രിൻസിപ്പൾ എന്ന് കാണും, മാനേജിംഗ് ഡയറക്ടർ എന്ന് കാണും, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അതോറിറ്റി, ഏത് സ്ഥാപനത്തിൻ്റെ അതോറിറ്റിയുടെ പേര്. അടുത്തത് നോക്കിയോ, ഐഡിയ കമ്പനി. ചുമ്മാ എഴുതിയൊരു കമ്പനിയുടെ പേര് ഞാൻ എഴുതിയാണ്, ഐഡിയ കമ്പനി, കോമ. അപ്പോൾ മാനേജിംഗ് ഡയറക്ടർ, കോമ, ഐഡിയ കമ്പനി, കോമ. ദെൻ
അടുത്ത പ്ലേസ് ട്രിവാൻഡ്രം. ഏതൊരു സ്ഥലവും നമുക്ക് എഴുതാം, ഫുൾ സ്റ്റാഫ് എഴുതി കഴിഞ്ഞു. അപ്പോൾ ദ മാനേജിംഗ് ഡയറക്ടർ ഐഡിയ കമ്പനി തിരുവനന്തപുരം. അപ്പോൾ ഇത് മാനേജിംഗ് ഡയറക്ടർ കോമ ദെൻ ഐഡിയ കമ്പനി കോമ ദെൻ ട്രിവാൻഡ്രം പുട്ട് എ ഫുൾ സ്റ്റാഫ്. അപ്പോൾ ഇത് എഴുതി കഴിഞ്ഞു. ഇവിടെ എന്ത് എഴുതാൻ പാടില്ല, ടു എന്ന് എഴുതാൻ പാടില്ല. ഇത്രയും. അപ്പോൾ ഫ്രമ്മുമായി ടു ആയി, ഫ്രമായി ഡാറ്റായി ടു ആയി. ഇനി അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. മനസ്സിലായി കാണുന്നു വരുന്നു. എം ഡി കഴിഞ്ഞ് നിർബന്ധമായും കോമ വേണം, കമ്പനിയുടെ പേര് എഴുതിയിട്ട് കോമ വേണം. അറ്റ് ലാസ്റ്റ് അവസാനം മാത്രമേ ഫുൾ സ്റ്റാഫ് ഇടാവൂ, അവസാനം മാത്രമേ ഫുൾ സ്റ്റാഫ് ഇടാവൂ. അടുത്ത ഭാഗത്തേക്ക് കിടക്കുകയാണ്. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പൊ ഈ എഴുതിയ കാര്യത്തിൽ ട്രിവാൻഡ്രം ഞാൻ എഴുതുകയാണ്. അത് എഴുതി കഴിഞ്ഞാൽ ലൈൻ, അടുത്ത ലൈൻ എന്ത് ചെയ്തു, ഒരു ലൈൻ ബ്ലാങ്ക് വിട്ടു, ഒരു ലൈൻ സ്ഥലം വിട്ടു. അടുത്ത നമ്മൾ എഴുതുകയാണ്. അടുത്ത ലൈനിലേക്ക് നമ്മൾ വരികയാണ്. ഇവിടെ സബ്ജക്റ്റ് ഇങ്ങോട്ട് മാറ്റി രണ്ട് ബ്ലാങ്ക്. സബ് എന്നാണ് എഴുതുക, സബ്ജക്റ്റ് എന്നാണ് എൻ്റെ അർത്ഥം, സബ്ജക്റ്റ്. ഓക്കെ, എന്ത് ചെയ്യുന്നു, നമ്മൾ എന്താണ് സ്ഥലം വച്ചു കഴിഞ്ഞു. സ്ഥലം വച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഡിസ്റ്റൻസ് ഇട്ടു. ഡിസ്റ്റൻസ് ഇട്ടതിന് ശേഷം സബ്ജക്റ്റ് എഴുതി. സബ്ജക്റ്റ് എന്താണ്, ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഡാഷ്. ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഡാഷ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, സബ്ജക്റ്റ് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഡാഷ്. എന്താണ്, നമുക്ക് അനുയോജ്യമായ രീതിയിൽ പൂരിപ്പിക്കാം. സബ്ജക്റ്റ് നമ്മൾ എഴുതി കഴിഞ്ഞു. എന്താണ്, ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എ ഡ്രൈവർ. അപ്പോൾ ഏതാണോ ക്വസ്റ്റ്യനിലുള്ളത് അതൊന്ന് ഒരൊറ്റ വാക്ക് മാത്രം എഴുതി പൂരിപ്പിച്ചാൽ മതി. ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എ ഡ്രൈവർ, ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എ പിയൂൺ, ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എ ടീച്ചർ, ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എ അക്കൗണ്ടന്റ്. നമുക്ക് ഏത് വേണോ നമുക്ക് എഴുതാം. ഇത് അനുയോജ്യമായ രീതിയിൽ നമുക്ക് പൂരിപ്പിക്കാവുന്നതാണ്. മനസ്സിലായി കാണും. ഇതിൽ നമ്മൾ മാറ്റേണ്ട കാര്യമില്ല. ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എ ടീച്ചർ, ഞാൻ ഇവിടെ വെറുതെ എഴുതിയാണ് ടീച്ചർ. ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എ ടീച്ചർ, പോസ്റ്റ് ഓഫ് എ ടീച്ചർ, ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എ ടീച്ചർ. അടുത്ത് നമ്മൾ നോക്കൂ. അടുത്ത എന്താണ്, സബ്ജക്റ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന് താഴ്ഭാഗത്ത് റെഫറൻസ് എഴുതുന്നു. റെഫറൻസ് പ്രതിപാദ്യം എന്നാണ്, അതാണ് നമ്മൾ എഴുതുക. യുവർ advertisement appeared in the dash daily dated 10/7/2020. നമ്മൾ ശ്രദ്ധിക്കുക, റെഫറൻസ് എഴുതുമ്പോൾ പ്രത്യേകം യുവർ അഡ്വർടൈസ്മെന്റ് അപ്പിയർഡ്. അപ്പിയർഡ് ഞാൻ നേരത്തെ വാക്കുകൾ പറഞ്ഞു, എന്താണ്, ഫൗണ്ട് നമുക്ക് ഉപയോഗിക്കാം. യുവർ അഡ്വർടൈസ്മെന്റ് ഫൗണ്ട് ഇൻ ദ ഡാഷ് ഡെയിലി, ഏതൊരു വർത്തമാന പത്രത്തിന്റെ പേരും നമുക്ക് എഴുതാവുന്നതാണ്. യുവർ അഡ്വർടൈസ്മെന്റ് ഫൗണ്ട് ഇൻ ദ എന്താണ്, ഹിന്ദു ഡെയിലി ഓർ മലയാള മനോരമ ഡെയിലി ഓർ ദ ഇന്ത്യൻ എക്സ്പ്രസ് ഓർ ഡെക്കാൻ ഹെറാൾഡ്. ഏത് കവിത അല്ല ഏത് പത്രത്തിന്റെ പേരും എഴുതാം. അപ്പോൾ ഈ ഡേറ്റ് വയ്ക്കുമ്പോഴേക്ക് ശ്രദ്ധിക്കുക, കഴിഞ്ഞുപോയ ഡേറ്റ് ആണ് നമ്മൾ എഴുതേണ്ടതുള്ളത്. നമ്മൾ എഴുതിയ എന്താണ്, മുകളിൽ പറഞ്ഞത് 20 ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, 10/7/2020 കഴിഞ്ഞുപോയ ഡേറ്റ് ആണ്. അപ്പോൾ നമ്മളിതിൽ മാറ്റേണ്ടത് എന്താണ്, ഹിന്ദു ഡെയിലി ഈ ഡേറ്റ് മാത്രം മാറ്റുന്നു, അത് അതുപോലെ എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് സബ്ജക്റ്റ് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഡാഷ്, ഫുൾ സ്റ്റാഫ് ആണ്. ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഡാഷ്, ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഡാഷ്. റെഫറൻസ് പറയുന്നു യുവർ അഡ്വർടൈസ്മെന്റ് ഫൗണ്ട് ഇൻ ദ ഹിന്ദു ഡെയിലി ഓർ മലയാള മനോരമ ഓർ മാതൃഭൂമി ഡെയിലി ഡേറ്റഡ് ഇത്ര. ആ ഡേറ്റ് വയ്ക്കുന്നു. ഇത് പഠിക്കാൻ പ്രയാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എളുപ്പമായി ആണിട്ടാണ്. നോക്കുക, ഇത് മാറ്റുന്നു, ഈ പത്രത്തിന്റെ പേര് മാറ്റുന്നു, ഡേറ്റ് മാറ്റുന്നു, ഇത്രയും മാത്രമേ അതിൽ വ്യത്യാസം ഉണ്ടാകുന്നുള്ളൂ. മനസ്സിലായി കാണുന്നു വരുന്നു. അപ്പോൾ സബ്ജക്റ്റ് എഴുതിയ റെഫറൻസ് അതിന് താഴെയായിട്ട് റെസ്പെക്റ്റഡ് സാർ ഓർ മേഡം, റെസ്പെക്റ്റഡ് സാർ കണ്ടല്ലോ, റെസ്പെക്ട്. അപ്പോൾ ഇവിടെ ഒന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ചില ആൾക്കാർ, ചില അധ്യാപകർ, ചില എന്താണ് സ്റ്റഡി എയ്ഡുകൾ ഈ റെസ്പെക്റ്റഡ് സാർ എന്ന് പറയുന്നത് മുകൾ ഭാഗത്ത് എഴുതി കാണുന്നുണ്ട്. അവർ റെസ്പെക്റ്റഡ് സാർ എന്ന് എഴുതിയതിനു ശേഷം സാർ എന്താണ് അതിന്റെ താഴെ ഭാഗത്ത് സബ്ജക്റ്റ് റെഫറൻസും വയ്ക്കുന്നു. ചില ആൾക്കാർ എന്ത് ചെയ്യുന്നു,
സബ്ജക്റ്റ് റെഫറൻസ് മുകളിൽ എഴുതിയിട്ട് താഴ്ഭാഗത്ത് റെസ്പെക്ട് സാർ എന്ന് എഴുതുന്നു. എൻ്റെ അഭിപ്രായത്തിൽ മുകളിൽ എഴുതുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ ഇങ്ങനെ സബ്ജക്റ്റും റെഫറൻസും വെച്ചു, ഇത്രയും അറിയാമെന്ന് കരുതുന്നു. ഇതിനെ താഴേക്ക് ഉള്ളതിനെ മുകളിൽ മാറ്റിയിട്ട് എഴുതുകയാണ്. അപ്പോൾ ഇതിൽ സംശയമില്ല എന്ന് കരുതുന്നു. എന്താണ് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഡാഷ് യുവർ അഡ്വർടൈസ്മെന്റ് ADVERTIZEMENT എന്താണ് യുവർ അഡ്വർടൈസ്മെന്റ് ഫൗണ്ട് ഇൻ ദ ഡാഷ് ഡെയിലി ഡാറ്റ. ഇത്രയും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് കമ്പൽസറി പരീക്ഷയ്ക്കുള്ളതാണ്. ഇതിന് കിട്ടുന്നത് 8 സ്കോറാണ്. അതുകൊണ്ട് നന്നായി പഠിച്ചിരിക്കണം. പഠിച്ചില്ല എങ്കിൽ 8 മാർക്ക് പോവും. 8 മാർക്ക് പോയാൽ A+ പോയി. A+ പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇതാ മാർജിൻ കിടക്കുകയാണ്. അപ്പോൾ ഇതാ മാർജിൻ ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഞാൻ ഇവിടെ എഴുതിക്കുകയാണ് റെസ്പെക്റ്റഡ് സർ കോമ, റെസ്പെക്റ്റഡ് സർ കോമ. അപ്പോൾ റെസ്പെക്ട് സാർ എന്ന് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ആ ടെക്സ്റ്റ് 95 പേജ് നമ്പർ 95 നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യ പാരഗ്രാഫ് മാർജിനോട് ചേർത്ത് ആരംഭിച്ചിരിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആദ്യ പാരഗ്രാഫ് മാർജിനോട് ചേർത്ത് ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുകയാണ് ഇൻ റെസ്പോൺസ് to your advertisement, your advertisement in the dash daily dated dash comma I would like to apply for the post of dash in your firm. നമ്മളൊന്ന് ശ്രദ്ധിക്കൂ. അപ്പോൾ ഇത് ഫസ്റ്റ് പാരഗ്രാഫായിട്ട് നമ്മൾ ഇത്രയും മതി. നമ്മൾ ശ്രദ്ധിക്കുക. ഇൻ റെസ്പോൺസ് പ്രതികരണം എന്ന രീതിയിൽ ഇൻ റെസ്പോൺസ് ടു യുവർ അഡ്വർടൈസ്മെന്റ് ഇൻ ദ നമ്മൾ മുകളിൽ എഴുതിയ പത്രത്തിന്റെ പേര് തന്നെയാവണം ഇവിടെയും എഴുതേണ്ടത്. ഈ ഡേറ്റ് മുകളിൽ എഴുതിയ ഡേറ്റ് തന്നെയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇൻ റെസ്പോൺസ് ടു യുവർ അഡ്വർടൈസ്മെന്റ് ഇൻ ദ ഹിന്ദു ഡെയിലി ഡാറ്റ നമ്മൾ അവിടെ എഴുതിയിട്ടുള്ളത് മുകളിൽ എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ റെഫറൻസിൽ എഴുതിയിട്ടുള്ള എന്താണ് പത്രത്തിന്റെ പേരും ഡേറ്റും അതേ ഡേറ്റ ആയിരിക്കണം. അത് വേറെ മാറാൻ പാടില്ല. ഈ രണ്ടെണ്ണം ഒന്ന് തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയ ഹിന്ദു ഡെയിലി ഡേറ്റ് ഞാൻ പറഞ്ഞത് 10/7/2020 comma. Then in response to your advertisements in the Hindu daily dated itra, then put a comma. I would like to ഞാൻ ആഗ്രഹിക്കുന്നു I would like to apply for the post of a teacher in your firm. Post of a teacher in your firm. Firm means സംരംഭം. അപ്പോൾ ഇതിലെ ഫസ്റ്റ് പാരഗ്രാഫ് ഇത്രയും മാത്രം മതി. അപ്പോൾ in response to your advertisement, in response to your advertisement in the Hindu daily dated itra. നേരത്തെ എഴുതിയ ഡേറ്റ് തന്നെയാണ് നമ്മൾ മാറ്റേണ്ടത്. ഇത്രയും മാത്രമേ മാറുന്നുള്ളൂ. I put a comma. I would like to apply for the post of I would like to apply for the post of a teacher in your firm. I would like to apply for the post of teacher in your firm. അപ്പോൾ മാറ്റേണ്ടത് പത്രത്തിന്റെ പേര്, ഡേറ്റ്, പൊസിഷൻ അല്ലെങ്കിൽ അതിന്റെ പോസ്റ്റ്, ഇത്രയും കാര്യങ്ങളെ മാറ്റുന്നുള്ളൂ. ബാക്കി നമുക്ക് അതുപോലെ എഴുതാവുന്നതാണ്. ബാക്കി നമുക്ക് എഴുതാം. അപ്പോൾ നോക്കിക്കോളാം. ഇൻ റെസ്പോൺസ് to your advertisement in the Hindu daily dated itra, then put a comma. Then I would like to apply for the post of a teacher in your firm. Post of a teacher in your firm. അപ്പോൾ ഞാൻ ഒന്നുകൂടി റീബൈൻഡ് ചെയ്യാണ്. then ശ്രദ്ധിക്കുക. it is very important. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. then how to write an application form. നമുക്ക് എങ്ങനെ ഒരു ആപ്ലിക്കേഷൻ എഴുതാം. first of all you should write name, put a comma. Then name of house, comma, name of place, comma, pin code, full stop. Then again put the date വയ്ക്കണം. ഡേറ്റ് എന്നാണോ നമ്മൾ പൈസ ഇടുന്ന ഡേറ്റ് വയ്ക്കുക. ഡേറ്റിന്റെ പ്രത്യേകത കണ്ടല്ലോ, ഞാൻ വച്ചിരിക്കുന്ന ഡേറ്റ് കണ്ടല്ലോ. 20th July 2020 എന്നാണ്. ദെൻ അടുത്ത് എന്ത് ചെയ്യുന്നു, സ്പേസ് വിട്ടിട്ട് നമ്മൾ അടുത്ത് എഴുതുന്നു
2 ആണ് പറയുക. ദ മാനേജിംഗ് ഡയറക്ടർ ഐഡിയ കമ്പനി ദെൻ ട്രിവാൻഡ്രം. അപ്പോൾ എന്താണ് മാനേജിംഗ് ഡയറക്ടർ ഐഡിയ കമ്പനി ട്രിവാൻഡ്രം ഫുൾ സ്റ്റാഫ്. ദെൻ നെക്സ്റ്റ് ബിലോ ദാറ്റ് അതിന് താഴെയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സബ്ജക്റ്റ് വയ്ക്കുന്നു. സബ്ജക്റ്റ് നമ്മൾ ശ്രദ്ധിക്കൂ, എന്താണ് സബ്ജക്റ്റ്? ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എ ടീച്ചർ. ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എ ടീച്ചർ. ടീച്ചറിന്റെ അണ്ടർലൈൻ ചെയ്യുക, അത് നമ്മൾ അനുയോജ്യമായ രീതിയിൽ മാറ്റുക. ദെൻ റെഫറൻസ് പറയുന്നു, യുവർ അഡ്വർടൈസ്മെന്റ് ഇൻ ദ ഡാഷ്, യുവർ അഡ്വർടൈസ്മെന്റ് ഫൗണ്ട് ഓർ അപ്പിയർഡ് ഇൻ ദ ഡാഷ് ഡെയിലി ഡാറ്റ ഇത്ര. അതിൽ ഡാറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞു, കഴിഞ്ഞു പോയ ഡാറ്റ വയ്ക്കാവൂ. Then next salutation, respected sir. Salutation, respected sir. In response to your advertisement in the Hindu Daily, dated itra, put a comma. I would like to apply for the post of a teacher in your home. അപ്പോൾ നമ്മൾ ഇത് എഴുതുമ്പോഴേക്കും ശ്രദ്ധിക്കുക, in response to your advertisement in the Hindu Daily, നമ്മൾ എന്ത് ചെയ്യുക, ഈ പത്രത്തിന്റെ പേര് അനുയോജ്യമായ രീതിയിൽ മാത്രം മാറ്റാം. കാരണം എന്താ, പൈസ കയറുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ പത്രത്തിന്റെ പേര് കാണില്ല, നമുക്ക് അനുയോജ്യമായ രീതിയിൽ പത്രത്തിന്റെ പേര് എഴുതാം. ഡേറ്റ് കാണൂല, ഡേറ്റ് മാറ്റാം. ദെൻ അവസാനം ഫുൾ സ്റ്റാഫ് അല്ല, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, കോമയാണ്. ഐ വുഡ് ലൈക്ക് ടു, ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വുഡ് ലൈക്ക് ടു അപ്ലൈ ഫോർ ദ പോസ്റ്റ് ഓഫ് എ ടീച്ചർ, അതടിയിൽ വരച്ചിടുക. ഇൻ യുവർ ഫേം. ഇറ്റ് ഈസ് ടൈം ടു കൺക്ലൂഡ് മൈ ക്ലാസ്. പ്ലീസ്, താങ്ക് യു. I shall meet again.